എനിക്കിപ്പോൾ ഇനി ഒരു വിധവാവാനുള്ള മനക്കരുത്തില്ലായിട്ടാണ് മക്കളെ. സെലീന എന്ന സിരി തൻ്റെ പ്രേക്ഷകരോട് പറയുന്ന കാര്യം എന്തെന്നാൽ, ഞാൻ ജീവിതത്തിൽ പല വിഷമങ്ങളും അനുഭവിക്കുന്നു. എൻ്റെ ഭർത്താവിന് ഇനി കുട്ടികളൊന്നും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് ക്യാൻസറാണ്. ഒരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കിനി ഒരു വിധവയാകാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിവാഹമോചിതയാകുകയാണ്. എനിക്ക് നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു വരനെ കണ്ടെത്തിത്തരണം. നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള, ഒരു ഡോക്ടറെ പോലെ ഗ്ലാമറുള്ള, ഒരു ഡോക്ടറായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്ലാമർ വേണം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ശരി, നല്ല സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ ശരിക്ക് വരനായി പ്രേക്ഷകർ കണ്ടെത്തി നൽകണമെന്നാണ് ശരി പറയുന്നത്. അത് ഇനി നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞാൻ തന്നെ തപ്പണോ എന്നും ശരി ചോദിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം 3 മാസം മാത്രമാണ് ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞത്. എൻ്റെ ഒരു ആഗ്രഹങ്ങളും നടന്നില്ല. എനിക്കും ഒരു കുട്ടിയുടെ ഉമ്മയായി ജീവിക്കണം. ഒരു ഭർത്താവിൻ്റെ സ്നേഹവും വാത്സല്യമെല്ലാം അനുഭവിക്കണം. എന്നിങ്ങനെ സാധാരണ ഒരു പെണ്ണിന് അത്യാവശ്യമായി ലഭിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ശരി പറയുന്നത്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കളിയായും തമാശയായും തോന്നാം. എന്നാൽ ശരി പറയുന്നത് ശരിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. എനിക്ക് ഉമ്മയും ഉപ്പയും ഒന്നുമില്ല. ഞാനിവിടെ ഒറ്റാൻ തടിയായി ജീവിക്കുകയാണ്. ഞാനൊരു അറിയപ്പെടുന്ന യൂട്യൂബർ ആയതുകൊണ്ട് എനിക്കൊരു വരനെ ലഭിക്കുന്ന കാര്യത്തിൽ വലിയ പ്രയാസമൊന്നും വരികയില്ലെന്നും ശരി പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പയ്യനെ ഒരു വരനെ കണ്ടെത്താനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിവൃത്തിയോടുകൊണ്ട് പറയാണ് നിങ്ങളോട്. എനിക്ക് വരനായിട്ട് വരുന്ന ആൾ നല്ല ഐറ്റും വെച്ചും വേണം, നല്ല സ്റ്റാൻഡേർഡ് സംസാരിക്കും വേണം, എനിക്ക് പറ്റിയ ആളായിരിക്കണം. ഇൻഷെയ്ഡ് ചെയ്യണം, ചൂടണം, നല്ല ലുക്കിലുള്ള നല്ല കുട്ടപ്പനായിട്ടൊരു പയ്യൻ വേണം. അതാണ് പേടിച്ച് 5 നിസ്കരിക്കുന്ന ഒരാൾ വേണം. അത്രേ ഉള്ളൂ. 40 വയസ്സിൽ കവിയാൻ പാടില്ല. 39 വയസ്സ്, ഏറിപ്പോയാൽ 40 വയസ്സ്. 39 വയസ്സ്, എനിക്ക് 35 എല്ലായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 39, 35 ഉള്ളിൽ 38, 39 ഉള്ളിൽ ഒരു ചെക്കനെ കണ്ടെത്തി തരണം. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനതാണ്, നല്ല അടിപൊളി ചെക്കൻ, നല്ല ഹൈറ്റും വെയ്റ്റും, ഇരുന്നറായാലും കുഴപ്പമില്ല, നല്ല ഹൈറ്റും വെയ്റ്റും നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഒരു അന്തസ്സിലുള്ളൊരു പയ്യനെ വാങ്ങിക്കും. നിങ്ങൾ കൊടുത്തു തരാമോ? ഞാൻ കണ്ടെത്തണോ? മാട്രിമോണിയിൽ പോകണ്ടല്ലോ. എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കണം. എൻ്റെ കൂടെ പിന്നെ യൂട്യൂബായിട്ട് കൊണ്ടു നടക്കാനും എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ. എൻ്റെ ജീവിത പങ്കാളി ആയി കിട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചൂടെ, വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ. അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരം, എല്ലാ ഭാഷയും അറിഞ്ഞ് സംസാരിക്കണം. ഒരു 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 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വേണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തോടും സ്റ്റാൻഡേർഡ് വേണം. ഉള്ളിൽ ലുക്ക് വേണം. നമ്മളൊരു ഡോക്ടർ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ, കുഴപ്പമില്ല. നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥന്മാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. നല്ല അന്തസ്സ് വേണം, സ്നേഹിക്കാൻ നല്ല മനസ്സും വേണം. എന്നെ കരീക്കരുത്, അതുള്ളൂ.